ഐ തിങ്ക് 17 വയസ്സായപ്പോഴത്തേക്കും എനിക്കൊരു കല്യാണം വന്നു. പക്ഷെ അത് ചതിയില് പെട്ടുപോയത്. അന്ന് അന്വേഷിക്കാനൊന്നും ഞങ്ങൾക്ക് ആരുമില്ല. ക്രിസ്ത്യാനികളായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് കുടിച്ചിട്ട് വരും. എന്റെ സ്വർണ്ണമൊക്കെ തീർന്നപ്പോ പിന്നെ എന്ന് വണ്ടിയും പിടിയായി. എനിക്ക് എന്റെ വീട്ടുകാരോട് കോണ്ടാക്ട് ഇല്ല, ആരുമില്ല. കൂട്ടിയിട്ടാണെന്നായി കളഞ്ഞു. അയൽവക്കത്തെ വീട്ടിലൊന്നും എന്നെ മിണ്ടാൻ വിടില്ല. അവര് ഞാൻ ക്രിസ്ത്യാനി ആവണമെന്നും പറഞ്ഞ് ഭയങ്കര കച്ചറയായി. ഡാഡി ആണെങ്കിലും നിന്റെ കെട്ടിയും പണിക്ക് പോണില്ല, നീ എന്തായാലും കണ്ടിട്ട് അവിടെ നീക്കണമെന്നും പറഞ്ഞു. മോമി മാത്രം എനിക്ക് കാണാണ്ട് ഭക്ഷണം എടുത്തു തരും. സോറി ഗൈസ്. പ്രസവിക്കുന്ന ടൈമിലാണ് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ എത്തി അപ്പൊ തന്നെ പ്രസവിച്ചു ജസ്മീനെ. വന്ന് പിറ്റേ ദിവസം തുടങ്ങി ഫുള്ള് പണി വീണ്ടും. ഹലോ എവരിവൺ, ഞാൻ വീണ്ടും വന്നു. ഒരുപാട് ആൾക്കാര് എന്റെ ലൈഫ് സ്റ്റോറി, എന്റെ വിജയത്തിന്റെ രഹസ്യം ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു ചെറിയ, ഒരുപാട് ലോങ് വീഡിയോ അല്ല, ബിക്കോസ് ഞാൻ അറ്റ് വർക്ക് സ്ഥലത്താണുള്ളത്. കുറച്ച് പാർട്ട് ഇപ്പൊ പറയാം. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ വയനാട് വാളാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വാളാട് ചേരിയമ്മൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചതും വളർന്നതൊക്കെ. എന്റെ ഉമ്മച്ചിക്ക് 3 പെൺമക്കളായിരുന്നു. അപ്പൊ 3 പെൺമക്കളായതുകൊണ്ട് തന്നെ എന്റെ ഉമ്മച്ചി അത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വാപ്പിച്ചി ഞാൻ ജനിച്ചിട്ട് 28 ഡേയ്സ് ആയപ്പോൾ എന്റെ വാപ്പിച്ചി 3 പെണ്ണാന്നും പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയി എന്നാണ് വീട്ടുകാരും നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവ്. എനിക്കത്ര അങ്ങനെയാണ്. പിന്നെ വാപ്പിച്ചിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ബട്ട് വാപ്പിച്ചിയുടെ നമ്മുടെ കുടുംബ വീടൊക്കെ അടുത്തായിരുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ അവിടെയൊക്കെ പോകാറൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മച്ചിക്ക് 3 കുഞ്ഞുമക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ മക്കൾക്കെന്ന് എനിക്ക് ഉമ്മ പറഞ്ഞു കേട്ടു. ഉമ്മയും ഉമ്മച്ചിന്റെ കുടുംബക്കാരെല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മച്ചി കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അത് കേൾക്കുമ്പോ ഇപ്പൊ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. വളർന്ന് അവിടെയാണ് സ്കൂളിലും മദ്രസിലൊക്കെ പഠിച്ചത്. അവിടെ ജയ്ഹിന്ദ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, അവിടെ പഠിച്ചു. പിന്നെ വേറൊരു ഹൈസ്കൂളിൽ പഠിച്ചു. വലിയ പഠിത്തമൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, കുറച്ചേ പഠിച്ചിട്ടുള്ളൂ അവിടെ. പിന്നെ എനിക്ക് ഒരുപാട് കൂട്ടുകാരികളൊക്കെ, അവരെയൊക്കെ ഇപ്പൊ ഞാൻ മിസ് ചെയ്യാറുണ്ട് കേട്ടോ. അവരൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി. വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 25 വർഷത്തോളമായി അവരെയൊക്കെ ഞാൻ കണ്ടിട്ട്. എന്റെ ഫ്രണ്ട്സ് കൂടെ പഠിച്ചവരെ കൂടെ വളർന്നവരെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ അവരെയൊക്കെ കാണണം എന്നൊക്കെ വിചാരിക്കും. ബട്ട് ഒന്നാമത് ടൈം കിട്ടില്ല. ഒന്നാമത് ആദ്യം പോയപ്പോൾ ഓൺലി 15 ഡേയ്സിലേക്കായിരുന്നു വെക്കേഷന് പോയത്. രണ്ടാമത് പോയപ്പോൾ 28 ഡേയ്സ് ആയിരുന്നു വെക്കേഷന് പോയത്. പിന്നെ മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം ഉണ്ടായില്ല. പക്ഷെ അവരെയൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്, ഒരുപാട് നീട്ടി ദീർഘിപ്പിച്ച് ഞങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ ഞാൻ പണിക്കൊക്കെ പോകാൻ തുടങ്ങി. ബിക്കോസ് ഉമ്മച്ചിയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഉമ്മച്ചിക്ക് അന്നേരം ഒരു തലവേദനയായിരുന്നു. ഒരു ചെറുതായിട്ടൊരു തലവേദന. ഓൾവേസ് വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞിട്ടുണ്ട് ഈ തലവേദന. അത് കണ്ടപ്പോൾ ഞാൻ പണിക്ക് പോകാൻ തുടങ്ങി. അത് മാത്രമല്ല, എന്റെ ജ്യേഷ്ഠത്തിമാരെ 2 പെട്ടെന്ന്, മൂത്ത ജ്യേഷ്ഠത്തി സുബീനെ 14-ാം വയസ്സിലായിട്ടാണ് കെട്ടിച്ചത്. എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. അപ്പൊ അവള് കെട്ടിച്ചു വിട്ടു. പിന്നെ അതുപോലെ തന്നെ നെസ്സി, പുള്ളിക്കാരത്തി വണ്ണപ്പുറത്താണ്. പുള്ളിക്കാരത്തിനെ നേരത്തെ തന്നെ കെട്ടിച്ചു വിട്ടു. എത്ര വയസ്സാന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. വീട്ടിലത്തെ ഒക്കെ കഷ്ടപ്പാട്, ഉമ്മച്ചിയുടെ ഒക്കെ കഷ്ടപ്പാട് കണ്ട് ഞാനും പിന്നെ ഉമ്മച്ചിയുടെ കൂടെയൊക്കെ പണിക്കൊക്കെ പോകാൻ തുടങ്ങി. എല്ലാ പണിക്കും, റോഡ് പണിക്ക്, എല്ലാ പണിക്കും പോയിട്ടുണ്ട്. റോഡ് പണിക്ക് പോയിട്ടുണ്ട്, കണ്ടത്തിൽ പണിക്ക് പോയിട്ടുണ്ട്, ഞാറിന്റെ പണിക്ക്, എല്ലാം. ഒരുവിധം നമ്മുടെ കൂലിപ്പണി എന്ന് പറയില്ലേ, ആ കൂലിപ്പണികൾക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് പറയാനൊരു മടിയില്ല. ബിക്കോസ് എന്താന്ന് വെച്ചിട്ടുണ്ട്, അവിടെ നിന്നൊക്കെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പൊ നമ്മൾ കഴിഞ്ഞു പോയ ജീവിതം ഒരിക്കലും നമ്മൾ മറക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പാടില്ല. ഞാൻ ഓൾവേസ് എപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ആർഭാടങ്ങളൊന്നുമില്ല. എനിക്കിപ്പോ എങ്ങനെ വേണമെങ്കിലും ആർഭാടമായിട്ട് ജീവിക്കാം. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ആർഭാടം കാണിക്കണവരെ ഇഷ്ടമല്ല, ആർഭാടം കാണിക്കുന്നതും ഇഷ്ടമല്ല. അങ്ങനെ പണിക്കൊക്കെ പോയി, എല്ലാ പണിക്കും പോയി. പിന്നെ ഐ തിങ്ക് 17 വയസ്സായപ്പോഴത്തേക്കും എനിക്കൊരു കല്യാണം വന്നു. കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ കല്യാണ ജീവിതമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര, നിങ്ങളൊക്കെ അത് ഒരു സങ്കടമായ കാര്യങ്ങളുള്ളതാണ്. 17 വയസ്സിൽ എന്റെ ഉമ്മച്ചിയുടെ ആങ്ങളുടെ വീട്ടില് വന്ന് നിന്ന ഒരാൾ, അവിടുന്ന് ആലോചന, ഉമ്മച്ചിയുടെ ആങ്ങളുടെ ഫാമിലിയാണ് എന്റെ കസിൻ. അവരാണ് ആലോചനയായിട്ട് വന്ന് അങ്ങനെ ഇഷ്ടപ്പെട്ട് പറഞ്ഞു. അന്നൊന്നും ഒന്നും ഇല്ലല്ലോ കൊടുക്കാനൊന്നും. അപ്പൊ എല്ലാരും പറഞ്ഞു ഓക്കെ അത് നടത്താന്നും പറഞ്ഞ് നടത്തി. അപ്പൊ ആ കല്യാണം ഒരു 17 വയസ്സാകുമ്പോഴത്തേക്ക് കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ
കാലടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു കെട്ടിച്ചിരിക്കുന്നത്. പക്ഷെ അത് ചതിയിൽ പെട്ടുപോയത്. അന്ന് അന്വേഷിക്കാനൊന്നും ഞങ്ങൾക്ക് ആരുമില്ല, ഒന്നും അറിയാലോ. വാപ്പയില്ല, ആങ്ങളമാരില്ല. പിന്നെ ഉമ്മച്ചിയുടെ ആങ്ങളമാരൊക്കെ ഉണ്ട്, അവരാണ് എല്ലാത്തിനും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും പോകാനോ ഈ കാലടി വരെ പോകാനോ അന്വേഷിക്കാനോ ഒന്നുമുള്ളൊരു ഇതില്ല, അവസ്ഥയിലല്ല അവരെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഇയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുസ്ലിമിലേക്ക് ചേർന്ന്, മുസ്ലിം പെൺകുച്ചുങ്ങളെ കെട്ടണം എന്നൊക്കെ മുസ്ലിമിലേക്ക് ചേർന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ഉമ്മിച്ചിയുടെ ആങ്ങളുടെ, അങ്ങനെ ഞാൻ എല്ലാം വിശദീകരിച്ച് എടുത്ത് പറയുന്നില്ല. അപ്പൊ അങ്ങനെയാണ് അയാൾ വന്നത്. അപ്പൊ എല്ലാവർക്കും അയാൾ അവിടെ ഉമ്മിച്ചിയുടെ ആങ്ങളുടെ വീട്ടിൽ കുറെ കാലം നിന്നിട്ടുണ്ട്. അയാളുടെ സ്വഭാവമൊക്കെ കണ്ട് എല്ലാവരും പറഞ്ഞു നല്ല മനുഷ്യനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് കെട്ടിച്ചത്. അപ്പൊ അങ്ങനെ കെട്ടിച്ചു. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ അയാള് ഭയങ്കരമായിട്ട് വെള്ളമടിച്ചിട്ടാണ് വെള്ളമടിച്ചിട്ട് വന്നിട്ട് എനിക്കാണെങ്കിൽ പേടിയായെന്ന് പറഞ്ഞാൽ വെള്ളമടിച്ചൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കാരണം നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങളായിട്ട് ആരുമില്ല. ഉമ്മിച്ച് ഞാനും എൻ്റെ ഇത്തമാരെ രണ്ടാളെയും കെട്ടിച്ചു വിട്ടു. പിന്നെ ഞാനും ഉമ്മിച്ചാണ് ഉള്ളത്. പിന്നെ ഇത്തമാര് വന്ന് നിൽക്കും. നെസ്സി അങ്ങനെ വരാറില്ല. നെസ്സി കുറെ ദൂരെ ആയതുകൊണ്ട്, എറണാകുളം ഡിസ്ട്രിക്ട് ആയതുകൊണ്ട് തന്നെ അവള് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വന്നിട്ട് പോകും. അവളും കരീം എന്നാണ് ഹസ്ബൻഡിന്റെ പേര്, പുള്ളിയും കൂടെ എപ്പോഴെങ്കിലും ഒന്ന് വന്നിട്ട് പോകും. അന്നേരം സുബി ഇടയ്ക്കൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അപ്പൊ എന്നെ കെട്ടിച്ചു വിട്ട് അന്ന് തന്നെ അയാൾ കുടിച്ചിട്ടാണ് വന്നത്. കുടിച്ചിട്ട് വന്നാൽ എനിക്ക് പേടിയായി. അതോ എന്റെ മോതിരം കൊണ്ടുപോയിട്ട് നാട്ടുകാരൊക്കെ കൂടി ഉമ്മിച്ചിയൊക്കെ ഉമ്മിച്ചിക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റ് കുറച്ച് ഒരു 3-4 പവൻ സ്വർണ്ണമൊക്കെ തന്നിട്ടുണ്ടായി അന്നത്തെ കാലത്ത്. 2-3 അത്രയായിട്ട് തന്നിട്ടുണ്ടായി. അപ്പൊ പുള്ളി എന്റെ മോതിരം കൊണ്ട് വിറ്റിട്ട് കള്ളൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അന്ന് തന്നെ മനസ്സിലായല്ലോ. പിന്നെ അത് കഴിഞ്ഞ് എന്നെ പിറ്റേ ദിവസം കാലടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പുള്ളിയുടെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് വീട്ടില് ജസ്റ്റ് ഫാദറിനെയും മദറിനെയും പെങ്ങന്മാരെയും ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. അന്നാണെങ്കിൽ എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ. വിദ്യാഭ്യാസം ഇല്ല, അത് മാത്രമല്ല ലോകപരിചയമില്ല. വാളാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചതും വളർന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. ആ സമയത്ത് എന്നെ കാലടിയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ രാത്രിയിൽ ഇവിടുന്ന് വണ്ടി കയറി, മാനന്തവാടിയിൽ നിന്ന് വണ്ടി കയറി രാവിലെ കാലടി ചെന്ന് ഇറങ്ങി അവരെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയി. അവിടെ വീട്ടിൽ ചെന്നപ്പോ ഒരു നല്ല ഒരു വീടും പരിസരമൊക്കെ നല്ലതാണ്. അതൊക്കെ പെങ്ങളുടെ ആയിരുന്നു കേട്ടോ, പുള്ളിയുടെ അല്ല. അങ്ങനെ അവിടെ ചെന്നപ്പോ തന്നെ മോമി ഹോസ്പിറ്റലായിരുന്നു. ഡാഡിയും പിന്നെ പെങ്ങള് ഗൾഫിലായിരുന്നു. പെങ്ങളുടെ മക്കളും അവരൊക്കെ ഉണ്ടായി. അപ്പൊ എന്നോട് പറഞ്ഞു എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ നന്നായിട്ട് എല്ലാം ചെയ്യും. ബിക്കോസ് ഫുഡ് ഉണ്ടാക്കാനായാലും ജോലിക്കായാലും ഭയങ്കര ഇതായിരുന്നു. എല്ലാം അറിയായിരുന്നു, ഒന്നും അറിയാതില്ലായിരുന്നു. അങ്ങനെ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ നോക്കുമ്പോൾ വീടും പേരൊക്കെ ഈ മോമി എന്ന് പറഞ്ഞ പ്രായമായ സ്ത്രീ ആയിരുന്നു. പിന്നെ പെങ്ങള് ഗൾഫിലാണ്, പിന്നെ ഫാദറാണുള്ളത്. ക്രിസ്ത്യാനികളായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു ഇന്ന് ഒരു ദിവസം ഇവിടെ നിന്നിട്ട് മോമി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞാനത് എഗ്രി ചെയ്ത് ഞാൻ അവിടെ നിന്ന് വീടും പരിസരമൊക്കെ. അന്ന് മോമി വന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞ് മോമി എന്തായാലും വന്നിട്ട് പോവാ, പെങ്ങന്മാരുടെ മക്കളൊക്കെ ചെറുതാണ്. അപ്പൊ പെങ്ങന്മാരുടെ മക്കൾക്കൊന്നും ആരുമില്ലല്ലോ, നമുക്ക് എന്തായാലും. ഡാഡിക്കും എന്നെ ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോ. ഞാനന്ന് ഇതിലും സുന്ദരിയായിരുന്നു കേട്ടോ, ഇപ്പൊ സുന്ദരിയൊന്നല്ല, അത് ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. ഡാഡിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോ, എന്റെ പ്രവൃത്തി എന്റെ സ്വഭാവമൊക്കെ കണ്ടപ്പോ എന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എന്നോട് പറഞ്ഞു മോള് ഇവിടെ നീക്കി മോമി വന്നിട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മോമി വന്നപ്പോ ഒരു 10-15 ദിവസമായിട്ട് മോമി തിരിച്ചു വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോ മോമിനെ നോക്കാൻ ആളില്ല, കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് പോകാന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ചു നിർത്തി. പിന്നെ പുള്ളി എന്നും കുടിച്ചിട്ട് വരിക. കുടിച്ചിട്ട് വന്നാലും ഫാദറും പിന്നെ ഒരു പെങ്ങള് ഗൾഫിലാണ്, 2 പെങ്ങന്മാർ അവിടെ അടുത്താണ് താമസിക്കുന്നത്. 3 പെങ്ങന്മാരായിരുന്നു പുള്ളിക്കുള്ളത്. അവര് വരും. അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും വീടും പരിസരമൊക്കെ മൊത്തം എല്ലാം കൊണ്ടും ആ വീടിനൊരു മാറ്റം വന്നു. അങ്ങനെ അവർക്കൊക്കെ എന്നെ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. ഇല്ലാതെ ഉള്ളതുപോലെ പറയണല്ലോ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ എന്നും വഴക്കും അടിയും പിടിയും. പുള്ളി പണിക്ക് പോകില്ല, അങ്ങനെയൊക്കെ ആയി കുറെ കാലം. ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല.
വയനാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, വീട്ടിലേക്ക് വിളിക്കാൻ സമ്മതിക്കില്ല, ഒരു കോണ്ടാക്റ്റും വീട്ടുകാരായിട്ട് ഒന്നുമില്ല. അങ്ങനെ കുറച്ച് ദിവസം അവിടെ നിന്ന് അങ്ങനെ പിന്നെ ഉമ്മിച്ചിയുടെ ആങ്ങളെയൊക്കെ ഇടപെട്ട് മാനന്തവാടിയിലേക്ക് തിരിച്ച് വന്നു. കുറച്ച് ദിവസം അവിടെ നിന്ന് പിന്നെ മാനന്തവാടിയിലേക്ക് തിരിച്ചു വന്നു. മാനന്തവാടിയിലേക്ക് തിരിച്ചു വന്നിട്ട് അപ്പൊ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ നെക്ലേസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പൊ അത് വിറ്റിട്ടാണ് തിരിച്ചു വന്നത്. തിരിച്ചു വന്ന് മാനന്തവാടി ഉമ്മിച്ചിയുടെ ആങ്ങളുടെ മോളൊക്കെ കൂടെ ഒരു റൂം സെറ്റ് ചെയ്തു വന്നു. നമ്മൾ പൈസ ഒക്കെ നമ്മൾ കൊടുത്തു. ഒരു റൂം അവരടുത്ത് തന്നെ ആകുമ്പോ ഈ കുടിയൊക്കെ കുറെ കുറയുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായി കുടിക്കുക. എന്നിട്ട് അതൊന്നും അവരെടുത്ത് നടക്കില്ല, അവരെ പേടിയാണ് എൻ്റെ ഹസ്ബൻഡിന് ആയിരുന്നു. അന്നേരം അവരെടുത്ത് തന്നെ നിന്നാ നോട്ടം എത്തുന്നു പറഞ്ഞിട്ട് അവരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റൂം എടുത്ത് അവരെ അടുത്ത് ചെറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസം തുടങ്ങി. പകലൊന്നും കുഴപ്പമില്ല, പുള്ളി പണിക്കൊക്കെ പോകും. ബിക്കോസ് മിച്ചിയുടെ ആങ്ങളുടെ മോളുടെ ഹസ്ബൻഡിന് പേടിയാണ് പുള്ളിക്ക്. അപ്പൊ പണിക്കൊക്കെ പോയി രാത്രിയാകുമ്പോ രാത്രി 10 അവരൊക്കെ ഉറങ്ങിയെന്ന് കണ്ടല്ലേ വരുള്ളൂ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുടിച്ചിട്ട് വന്നിട്ട് ചീത്ത പറച്ചിലും തല്ലലും പിടിയും, നീ എന്താടി അവരെ കൊണ്ട് എന്നെ വരട്ടിക്കൂടി, അങ്ങനെയാടി ഇങ്ങനെയാടി എന്ന് പറഞ്ഞിട്ട് ദിവസം ഇത് തന്നെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ആ സമയത്ത് എൻ്റെ ഉമ്മിച്ചി എന്തോ ഗൾഫിലേക്ക് പോയി, എന്തോ ജോലിക്ക് വിസ കിട്ടിയിട്ട് ഉമ്മിച്ചി ഗൾഫിലേക്ക് കയറിപ്പോയി. കാരണം ഉമ്മിച്ചി തന്നെയായല്ലോ, പിന്നെ ഉമ്മിച്ചി ഒറ്റയ്ക്കാണ് വീട്ടില്. അപ്പൊ ഏത് വിസ കിട്ടിയിട്ട് ഉമ്മിച്ചി ഗൾഫിലേക്ക് പോയി. അപ്പൊ എനിക്ക് എന്റെ സങ്കടം പറയാൻ ആരുമില്ല. സുബി വരാറില്ല, മെസ്സി വരാറില്ല, ആരും വരണേന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. പിന്നെ മറ്റേ എന്റെ കസിനൊക്കെ ഇതായതുകൊണ്ട് അവരെ പകലൊക്കെ കണ്ടാൽ വീണ്ടും പറയും. പക്ഷെ എനിക്ക് പേടിച്ചിട്ട് ഞാൻ പറയുമില്ല അവരോട്. പിന്നീട് എന്നും ഈ കച്ചറയല്ല. അപ്പൊ രാത്രി മൊത്തം കിടത്തി ഉറക്കൂല. ബിക്കോസ് അടിയും പിടിയും വഴക്കും കരപ്പിച്ചിലും, നിന്റെ ഉമ്മ അങ്ങനെയല്ലേടി, നിന്റെ ഏട്ടത്തിമാരെങ്ങനെയല്ലേടി, ആളെയല്ലടി, കൂടെയല്ലടി പറഞ്ഞ് ഒരുപാട് ഒച്ചപ്പാട്. അങ്ങനെ കുറച്ച് നാൾ അവിടെ നിന്ന് പിന്നെ ഉമ്മിച്ച് തന്ന സ്വർണം കുറച്ച് 2-3 പവനല്ലേ തന്നുള്ളൂ മൊത്തം. എൻ്റെ നാട്ടുകാരും ഉമ്മിച്ച് വയലെന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ഞാറൊക്കെ ഉണ്ടാക്കുന്ന സംഭവം. അപ്പൊ അതൊക്കെ വിറ്റിട്ടാണ് ഉമ്മിച്ച് ഉള്ള സ്വർണം മേടിച്ചു തന്നത്. അന്നൊന്നും അത്ര വിലയൊന്നും ഇല്ലാട്ടോ അവിടെ. അതാണ് അത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഉമ്മിച്ചിയുടെ ഉമ്മിച്ചി കൊടുത്ത എന്താ തറവാട് സ്വത്ത് കൊടുക്കുന്ന സ്ഥലം, അങ്ങനെ എന്തോ ആയിരുന്നു. എന്റെ സ്വർണ്ണമൊക്കെ തീർന്നപ്പോ പിന്നെ എന്നും അടിയും പിടിയായി. പിന്നെ ഇവർക്ക് എന്നും നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ. അങ്ങനെ വീണ്ടും കാലടിയിലേക്ക്, മോമിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീണ്ടും കാലടിയിലേക്ക് പോയി. കാലടിയിലേക്ക് വന്നു. പിന്നെ സ്ഥിരം അവിടെയായി. അപ്പോഴത്തേക്ക് തെസ്ലീമ പ്രഗ്നന്റായി. അപ്പൊ അവിടെ തന്നെ നിന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടുകാരോട് കോണ്ടാക്ട് ഇല്ല, ആരുമില്ല. എന്നെ പുറത്ത് അയൽവാസികളൊക്കെ മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് പറയുമ്പോൾ കരച്ചിൽ വരും കേട്ടോ. അയൽവാസികളൊക്കെ ഉണ്ട്, എന്നെ പൂട്ടിയിട്ടാൽ മതിയായി കളഞ്ഞു. അയൽവക്കത്തെ വീട്ടിലൊന്നും എന്നെ മിണ്ടാൻ വിടില്ല. പിന്നെ ഞാൻ ക്രിസ്ത്യാനി ആവണമെന്നും പറഞ്ഞ് ഭയങ്കര കച്ചറയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാദറിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യം ഞാൻ പോയപ്പോ, രണ്ടാമത് പോയപ്പോ അവര് പെങ്ങന്മാര്, പിന്നെ ഗൾഫിലുള്ള പെങ്ങള് വന്നു. പിന്നെ അങ്ങനെ ഭയങ്കര പ്രശ്നമായി. എനിക്ക് ഭക്ഷണം തരില്ല, എന്നെ പുറത്തിറക്കാല്ല. അവിടുത്തെ പണിയൊക്കെ ഞാൻ എടുക്കണം. മക്കളെ നോക്കണം, പിന്നെ പെങ്ങന്മാരുടെ മക്കളെ നോക്കണം, മോമീനെ നോക്കണം, ഫാദറിനെ നോക്കണം, അലക്കണം. ഈ മോട്ടർ, വെള്ളമടിക്കുന്ന മോട്ടർ ഞാൻ പോയപ്പോ അവര് തെസ്ലീന പ്രഗ്നന്റ് ആയിരിക്കണം ടൈം കേട്ടോ. അപ്പൊ മോട്ടർ ഉണ്ടായിരുന്നു അവിടെ. അവരിച്ചിരി പെങ്ങള് ഗൾഫിലായതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു നല്ല പാർട്ടിയാണ്. നമ്മളൊന്നും വെറും പാവങ്ങളല്ലേ. അങ്ങനെ ആ ഫാദർ എന്ത് ചോദിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ക്രിസ്ത്യാനാവില്ല എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് കരച്ചിലും വീഴ്ചയിലൊക്കെ ആയപ്പോൾ ആ വെള്ളം അടിക്കുന്ന മോട്ടർ എടുത്തിട്ട്, അത് ഒരുപാട് ആൾക്കാരുള്ള വീടായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊക്കെ പോരുന്നു അലക്കാനൊക്കെ. മൊത്തം ഞാൻ ചെയ്യണ ഒരു പണി അവരെടുക്കില്ല, ആരും എടുക്കൂല. എന്നെ കൊണ്ട് തന്നെ, വേലക്കാരിനേക്കാളും കഷ്ടമായിട്ട് എന്നെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിപ്പിക്കും. പുള്ളിയാണെങ്കിൽ പണിക്ക് പോകില്ല, ഡാഡി ആണെങ്കിൽ നിന്റെ കെട്ടിയും പണിക്ക് പോകണില്ല, നീ എന്തായാലും കണ്ടിട്ട് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് എന്നും മാമ മാത്രം എൻ്റെ സൈഡ്, മോമി മാത്രം എനിക്ക് കാണാണ്ട് ഭക്ഷണം എടുത്തു തരും. മദർ നല്ലൊരു മദറായിരുന്നു കേട്ടോ. ഒരിക്കലും എന്നോട് വഴക്കുണ്ടാക്കിയിട്ടില്ല. എന്നെ പൊന്നുപോലെ പരമാവധി കാണാതെ, തന്തയൊക്കെ കാണാതെ, തന്താന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുതേ, ഫാദറൊക്കെ കാണാതെ എന്നെ പരമാവധി എന്നെ സംരക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട് ആ വീട്ടില്.
സോറി ഗൈസ്. അപ്പൊ അങ്ങനെ കുറച്ച് നാളല്ല, പിന്നെ അവിടെ നിന്നാണ് ഹോസ്പിറ്റലിലൊക്കെ പോയത്. പ്രസവിക്കുന്ന ടൈമിലാണ് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ എത്തി അപ്പൊ തന്നെ പ്രസവിച്ചു തസ്നീനെ. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പിന്നെ ആരും വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ആരും അറിയിക്കാൻ പറ്റില്ല, വിളിക്കാൻ പറ്റുന്നില്ല, പറയാനൊന്നും പറ്റണില്ല, ആരും അന്വേഷിക്കാനില്ല. അങ്ങനെ വന്ന് 3-ാമത്തെ ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ 3 ദിവസം കഴിഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു. വന്ന് പിറ്റേ ദിവസം തുടങ്ങി ഫുള്ള് പണി വീണ്ടും. പിന്നെ പറയാം ഗൈസ്, അടുത്ത വീഡിയോയിൽ വരാട്ടോ. ഞാന് ആദ്യത്തെ കഴിഞ്ഞ കാര്യമൊക്കെ ഓർമ്മ വന്നാൽ കരച്ചിൽ വരും കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഉമ്മാക്കും മോക്കും കരച്ചിലുള്ള ഇതാണെന്ന്. പഴയ സ്റ്റോറികളൊക്കെ ഓർക്കുമ്പം തന്നെ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഞാൻ. പക്ഷെ ആർക്കെങ്കിലും ഒരു ഉപകാരമാകുമെങ്കിൽ, ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഇതും കൊണ്ടൊരു ഉപകാരമാകുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്നത്. അല്ലാതെ റീച്ചിന് വേണ്ടിയിട്ടോ അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല. അപ്പൊ ഞാൻ വീണ്ടും പറയാം, അവിടുത്തെ ആ വീട്ടിലുള്ള അവിടെ എത്ര നാൾ നിന്നു, എവിടെ വരെയായെന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായിരിക്കും. പിന്നെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ മോളെ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ട് എല്ലാം അറിഞ്ഞു കേട്ട് ഇതായതുകൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ മോളുടെ കഷ്ടപ്പാട് അവൾ പറയാതെ തന്നെ അവളുടെ ഒരു ഫേസ് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടായിരിക്കും. അവള് പറഞ്ഞിട്ടില്ല എന്നോട്, ആദ്യമൊന്നും പറഞ്ഞിട്ടില്ല അവരുടെ ചരിത്രം. ഞാൻ അങ്ങനെ പൈസ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തോണ്ടിരുന്നപ്പോഴും ഞാൻ അവളോട് പറയാറുണ്ടായിരുന്നു, മോളെ ഇതാണ് പ്രശ്നം, ഇങ്ങനെയാണ് എല്ലാം ഞാൻ പറയും. പക്ഷെ അവൾ എന്നെ എല്ലാം ഒളിച്ചു വെച്ചു. പക്ഷെ അന്നും എനിക്കറിയായിരുന്നു സംഭവങ്ങൾ ഇങ്ങനെയാണ്, ഇതാണെന്ന് അന്ന് എനിക്കറിയായിരുന്നു. അവളുടെ ഓരോ സംസാരത്തിലും ഓരോ നോട്ടത്തിലും എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മോളെ അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. അവിടെ നിന്ന് എൻ്റെ മോളെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. അതിൽ ഞാൻ എന്താ പറയാ, ഞാൻ എന്നെ തന്നെ പ്രൗഡ് ഓഫ് ചെയ്യുകയാണ്. ബിക്കോസ് എൻ്റെ മോളെ അവിടെ നിന്ന് ഞാൻ രക്ഷിച്ചതിൽ. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനമാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ബാക്കി പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, എല്ലാവർക്കും ഈ തവണ ബൈ ബൈ, സീ യു എഗെയിൻ. ഓക്കെ, ബൈ.